സമാധാനം കൊടുക്കി തള്ളക്കി ഇത് ഇങ്ങോട്ട് ഒന്നായിട്ട് അങ്ങോട്ട് ഒട്ടിയിട്ട് എങ്ങനെയാണ് ആ പെണ്ണ് 10 ചപ്പാത്തി 5 ചപ്പാത്തി നൂട്ടല്ലി തിന്നുക. ബക്കർ ബാബു ഗൾഫിൽ പോയി നൊലൊളിച്ചു, പല്ലെറിമ്പി നൊലൊളിച്ചു പോയി പെണ്ണെട്ടിട്ട്. അപ്പൊ ഓൻ ഗൾഫിൽ നിന്ന് വന്നതാണേ. ബീഫ് കൊണ്ടാണ് ഗൾഫ്. ബ്രൈഡ് ടു ബിയ മോം ടു ബിയിലെ 4 കുട്ടികളുടെ തള്ളബി. പരിമിതമാമി ലോകത്തെ കണ്ടിടാം കഴിഞ്ഞോ എന്നിട്ട് തിന്നേരി അത് ചിഞ്ഞ ഫോട്ടോ എടുക്കടി. ഏതാ ഓൻ്റെ എന്തിനാ ഇങ്ങോട്ട് കൊടുക്ക. ഗൈസ് കുഞ്ഞുങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നോക്കൂ. ഇതെന്താണ്? ഈത്തപ്പഴവും അത്തിപ്പഴവും ബദാമും പാലും. യാ മോളെ 4 ഗ്ലാസ് കുടിച്ചാ മതി. തടി ആവശ്യം. തടി കുറയാനാണ്. ഇതില് ഷുഗർ ഒന്നുമില്ല. ഈത്തപ്പഴത്തിന്റെ തടി കുറയാനത് വൈഡാങ്ങളെ. തടി കുറയല്ല. ഇപ്പൊ 7 മാസം കഴിഞ്ഞില്ലേ, 8 ആയില്ലേ. അപ്പൊ ഈത്തപ്പഴം നല്ലതാണ് തിന്നാന്. അങ്ങനെ നമുക്ക് ഡെലിവറി ഒക്കെ ഈസി ആവാന്. അപ്പൊ ഇനി നമ്മള് രാവിലത്തെ ചായക്ക് കടിയുള്ളത് ചപ്പാത്തി ഉണ്ട്, മത്തിക്കറി. ഞങ്ങളവിടെ ചപ്പിത്താന്നാണ്. അതേപോലെ മത്തിക്കറി. ചപ്പാത്തിക്ക് നല്ല മത്തിക്കറി, അതായത് ചെറുമത്തി, കുഞ്ഞമ്മത്തി നല്ല മുളകിട്ട് വാട്ടി വെച്ചത്. അത് ഈ ചപ്പാത്തിയുടെ കഴിച്ചിട്ടുള്ള തീറ്റ. 1 ഗ്ലാസ് പാലിട്ട് ഇത് രാവിലെ നല്ല കട്ടിയുള്ള 1 ഗ്ലാസ് പാല് കുടിക്കും. പാടാണ്. ഇതാണ് നെയ്യായി മാറിഞ്ഞ് കുറച്ച്. ജയ് ചായ ഉണ്ടാക്കിയിട്ടില്ല? കട്ടൻ ചായ ഉണ്ടാക്കാൻ എനിക്കൊരു ഗ്ലാസ് ചായ പഞ്ചസാരല്ല. അങ്ങനെ ഗൈസ്, അപ്പൊ ഞാൻ ചപ്പാത്തിയും കൂട്ടി കഴിക്കാൻ പോവാണ്. പിന്നെ പഞ്ചസാര ഇല്ലാന്നുള്ളതേ പുറത്തറിയിക്കണ്ട, വില പോവും. ഇത്രയും ഒരു സ്റ്റാൻഡേർഡ് പുതിയാപ്പിളപ്പം ജീവിച്ചിട്ട് 1 കിലോ പഞ്ചാര വരെ എന്താണ് ചപ്പാത്തി ചപ്പാത്തി ന്യൂട്ടല്ലയോ കൊടുക്കടി. എന്റെ കുട്ടിയൊക്കെ എന്തെങ്കിലും ചോദിച്ചാൽ കൊടുക്കണം കേട്ടോ. മോനെ ഞാൻ അങ്ങനെ കൊണ്ടെടുക്കണ ചെറുക്കന നോട്ടെ മൂന്നോട്ടെ കണ്ടോ. ഇവനാണ് ഔദക്കുഞ്ഞ്, ഞങ്ങളിലെ വീരൻ ഔദൻ. ഇത് ജീവൻ, ഞങ്ങളുടെ നേതാവ് അല്ലേ. രാവിലെ ജിബ്രാപ്പ നീച്ചിങ്ങാണ്ടോ ചിണുങ്ങ അതേമാതിരി രാവിലെ നീച്ച് കുത്തിരിക്കണോനാണ്. ചിനിങ്ങല് നടക്കൂലട്ടെ ജിബ്രാനവിടെ. ചിനിങ്ങലില്ല ന്യൂട്ടല്ലേ കഴിക്കണ്ടോല്. അപ്പൊ ഗൈസ്, അപ്പൊ ഇന്ന് നമ്മളെ ഇന്നത്തെ കുഞ്ഞോളെ ഇന്നത്തെ പ്രത്യേകത എന്താണ് പറഞ്ഞിട്ടില്ലേ? ഇന്നത്തെ പ്രത്യേകത നമ്മൾ മോം ട്യൂബി കുപ്പിയടിയ പൊട്ടണ കുപ്പി ആണോടാ. ഇന്ന് നമ്മളെ ബ്രൈഡ് ട്യൂബിലെ മോം ട്യൂബി ഉണ്ടാക്കാൻ പോവാണല്ലേ കരുതിയിരിക്കണ്. അപ്പൊ അതിന്റെ ഓരോ പരിപാടിയിലാണ്. കേക്കും കാര്യങ്ങളൊന്നും ആയിട്ടൊന്നും ഇതൊന്നും സെറ്റ് ആയിട്ടില്ല. നമ്മള് മാറ്റിച്ചാന് നമ്മള് ഒരു ഫ്രണ്ട് വരാ പറഞ്ഞിക്കണ്. ഓര് നമുക്ക് ഡ്രസ്സ് സെറ്റ് ആക്കി തരാന്നിക്കണ്. എനിക്കും ഉങ്ങക്കും കുട്ടികൾക്കൊക്കെ ഉള്ള സെറ്റ് ആക്കാറുണ്ട്. ഏതാണ് ഇച്ചത് കളറ്? പർപ്പിളാ ഇരിക്കാം. ഇന്റെ ഫ്രോക്ക് പർപ്പിൾ എടുത്തതോ? പർപ്പിളല്ല, കളറ് കളർ. ആദ്യമായിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഇത് ഉണ്ടാക്കണതല്ലേ. മോം ട്യൂബി ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങൾ കുറച്ച് വിട്ടിരിക്ക. ഒരു സമാധാനം കൊടുക്കി തള്ളക്കി. ഇത് ഇങ്ങോട്ട് ഒന്നായിട്ട് അങ്ങോട്ട് ഒട്ടിയിട്ട് എങ്ങനെയാണ് ആ പെണ്ണ് 10 ചപ്പാത്തി 5 ചപ്പാത്തി നൂട്ടല്ലി തിന്നുക? ഞാൻ
ചപ്പാത്തി തിന്നണില്ലല്ലോ. ഞാൻ ഇത് മാത്രം രാവിലെ കുത്തുന്നല്ലേ, ഇത് വേറെ ഒന്നും ഞാൻ എന്നും കയ്യോളം നിങ്ങക്ക് അതിനെ പറ്റൂലല്ലോ. നിങ്ങക്ക് പറഞ്ഞ ഇമ്മ ഇതാക്കണ മാതിരി ചപ്പാത്തി തിന്നാലും നിങ്ങക്ക് ചോറ് കാണാൻ പറഞ്ഞ മതി. നിങ്ങള് വയറിങ്ങട്ട് ഫില്ലാവൂല ചാടണമെന്നില്ലേ തടി കുറക്കാനല്ലേ ഞാൻ നല്ലതാണ്. ചപ്പാത്തി വെറുതെ കളിക്കല്ലടാ, വെക്കാടാ. ഉമ്മച്ചെടുത്തരും ആ അതൊക്കെ ഉമ്മച്ചിയാണ് തീരുമാനിച്ചത്, ഇജ്ജല്ല തീരുമാനിച്ചത് കേട്ടോ. ഇജ്ജ് ഞങ്ങളെ പെരയിലാണ് വന്നുകാണ്ട് ഇജ്ജ തീരുമാനിച്ച കാര്യങ്ങള്. എന്ത് അള്ളാഹുവിൻ്റെതോ വീടോ? ഇന്നലെ പിന്നെ നമുക്കത് പണിക്കാരതല്ലേ, പണിക്കാരല്ലേ ഇത് ഉണ്ടാക്കിയ പണിക്കാരുണ്ടാക്കിയ വീടല്ലേ. അപ്പൊ ഗൈസ് നമ്മളെ ഇന്ന് ഉച്ചക്ക് നമ്മളെ ഇറച്ചി പണിക്കാരൻ വന്നിക്കണം കേട്ടോ. ഇറച്ചി കൊണ്ട് ഇപ്പം കാറിലൊക്കെ നടക്കുക ഇറച്ചി പണിക്കാരൻ. എടാ എവിടെ നമ്മളെ ബീഫ് എവിടെ? കള്ളനായി എവിടെ വെച്ചിക്കണേ? സത്യം പറഞ്ഞോ? നേരല്ല കേട്ടോ, നേരം വൈകിക്കണ് ബക്കർ ബാബുവോ ഗൈസ്. അപ്പൊ ഇത് നമ്മള് പണ്ടത്തെ നമ്മളെ വീഡിയോയിലുണ്ടായില്ലേ, ബക്കർ ബാബു ഗൾഫിൽ പോയി നൊലൊളിച്ചു, പല്ലെറുമ്പി നൊലൊളിച്ചു പോയി പെണ്ണെട്ടിട്ട്. അപ്പൊ ഓൻ ഗൾഫിൽ നിന്ന് വന്നതാണേ, ബീഫ് കൊണ്ടാണ് ഗൾഫിൽ നിന്ന്. അപ്പൊ ഇത് നമ്മളടുത്ത ഇറച്ചി പണിക്കാരനാട്ടോ. അപ്പൊ അവന് നാട്ടിൽ ഇറച്ചി പണിക്ക് കയറിയൊക്കെയാണ്. അല്ല ബാബു, എന്താ മട്ടം കച്ചവടമൊക്കെ? ഇറച്ചിയൊക്കെ എന്താ അവസ്ഥ? വെള്ളിയാഴ്ചയാണല്ലേ? പാൻറ്റൊക്കെ ഉള്ള സിമ്പൊക്കെ ഉള്ള പോക്കറ്റൊക്കെ ഉള്ള പാൻറ് പോലെ. എപ്പോ കൊഞ്ഞണം കാത്തണ ഇഞ്ച സബ്സ്ക്രൈബേഴ്സിനോട് ഓഫാക്കി തരണതാ? ആയിക്കോട്ടെ പറേ. ഏത് ഈ ഷാളിന് വേണ്ടീന് ഗൈസ്? അപ്പൊ ഇന്ന് ബ്രൈറ്റ് ടു ബി ആണ് കേട്ടോ. ബ്രൈറ്റ് ടു ബി ആരംഭിക്കാൻ പോവുകയാണ് ഗൈസ്. ആശീർവദിക്കൂ. അതായത് ബ്രൈറ്റ് ടു ബിക്ക് നമ്മൾ ഒരുക്കാൻ വരുന്നത് ആരാണടി? ഓളെന്നല്ലേ? അന്റെ പേരെന്തടി? അഖില പറവി. അത് പറയണ്ട, അത് ഇത് രണ്ടും രണ്ടാണ്. എന്നിട്ട് ആവും ഇതിൽ തന്നെ പറഞ്ഞേക്കണേ. എന്നിട്ട് അതൊക്കെ ഇതിൽ തന്നെ പറഞ്ഞേക്കണേ. അത് കട്ട് ചെയ്യാം. ഓക്കെ ഒക്കെ ഉണ്ട് ഇതാക്കണേ. ഇതിങ്ങനെ കാണുമ്പോ ഇത് ഇവിടെ അസിസ്റ്റന്റ് ആണ് എഴുതുന്നത്. ഇവളെ പുതിയ ആപ്പിളേട്ടാ ഗൈസ്. കയറിക്കോ. എന്റെ മേക്കപ്പ് സ്റ്റുഡിയോ എന്താണ് ഇത്? അഖില നാസിഫ് ആണല്ലേ? ആ എന്നാ കയറി എടീ. എന്നാ ബീഫ് എടീ, ചോറും കൂട്ടാനൊന്നും ആയിട്ടില്ല കേട്ടോ. ആ അതേപോലെ വെള്ളം കലക്കാൻ പഞ്ചാരല്ലേ ഇനി? എന്നാ പപ്പടം പൊരിച്ചും ചെയ്താ കേട്ടോ. കയറി. ഇതാണ് എന്റെ ബ്രൈറ്റ് ടു ബി, മോം ടു ബി, ഡാഡ് ടു ബിയോ? മറ്റേ ഇതൊക്കെ ഒട്ടിക്കണ്ട ഇങ്ങനത്തെ സാധനമൊക്കെ? ഇല്ല മോം ടു ബിയോ? ആ മോം ടു. ആകെ മാറും. ഞങ്ങളതിന് ഇങ്ങനത്തെ ഇതൊന്നും ആഘോഷിക്കലില്ല. മാസത്തില് 6 മാസം കൂടുമ്പോ തന്നെ അല്ലേ? കുറച്ച് വലിയ ദിവസമാണ് അല്ലേ? അളവ് കൊടുത്തിട്ടില്ലേ എനിക്ക്? എഴുതി കൊടുക്കാണല്ലേ? ഇട്ടറിയാം. പിന്നെ മറ്റേ കുറച്ച് ഓവറായാലുള്ള എല്ലാരും ശ്രദ്ധിക്കാറ മാതിരി സെറ്റാ. ആ ജുബയുള്ളത് കുറച്ച് തന്നെ ഇതായിട്ട് നിക്കണം. സെറ്റാ. പെരുന്നാള് ആദ്യം ഉപ്പായുടെ ഇവിടെ വരുന്നാ? ഇവനാണല്ലേ ഗൈസ്? അപ്പൊ ഇവനെ മോഡലാണ് ഗൈസ് ഞങ്ങളെ നാട്ടിലത്തെ. എന്താണ് പേര്?
എന്ത് അബി ശരിയില്ലാന്നോ? അബി സെഹ്റാൻ അബിന്ന് വിളിക്കും. സെഹ്റാൻ മുഹമ്മദ് സെഹ്റാൻ നാസിഫ്. മുഹമ്മദ് സെഹ്റാൻ ആസിഫ് അല്ലേ? നാഷിഫ് നാസിഫ്. നാസിഫ്. ആ അപ്പൊ നമ്മളെ ചാനൽ എന്താ മറ്റേ ഇതിലൊക്കെ വന്നിട്ടില്ലേ? വേറെ എന്തൊക്കെയാ? മീഷോയിലുണ്ട് ഇപ്പൊ. മീഷോന്റെ ആഡില് ചെയ്യാന് ഡ്രസ്സില്. മാഷാ അല്ലാഹ്. ആമസോണിലൊക്കെ ഉണ്ടോ? അതിന്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞത് എറണാകുളത്തുനിന്ന്. അയിമലാണോ പിടിച്ചിക്കണല്ലേ? ഓനെ വയ്യാതാരാക്കില്ല ചെറുക്കന്. എടി വിൽക്കേ ഒന്നും എന്നെല്ലാരും പറഞ്ഞു. ഇതൊക്കെ ഏതാ വെള്ളം? നിങ്ങളിതൊക്കെ ഏതാ വെള്ളം? ഗൈസ് ഇവിടെ യൂട്യൂബറാട്ടോ. അതപ്പോ പറയണ്ടേ? വേണമെങ്കിൽ പറഞ്ഞ ചാനല് സബ്സ്ക്രൈബേഴ്സ് കൂടണമെങ്കിൽ എന്ത് ഡേവിഡ് നാസ് അല്ലേ? ഇങ്ങനെ കുറവായിട്ടാണ് ഒഴിവായിക്കണം. കുറവാണ് പോലും യൂട്യൂബ് ചാനൽ ആൾക്കാരോട് പറയാൻ കുറവ്. ആരോ നമുക്ക് ചാനൽ തുടങ്ങി തന്നെ തുടങ്ങിയത് ഡിലീറ്റ് ആയിക്കോളൂ കേട്ടോ. 2012 തുടങ്ങി. എത്ര സബ്സ്ക്രൈബർ ഉണ്ട്? 60K. 60K. പിന്നെന്താ? അപ്പൊ എനിക്ക് നല്ല വ്ലോഗൊക്കെ ചെയ്തോളൂ. എനിക്ക് നേരം വേണ്ട. ബിസിയാണല്ലേ? ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് അല്ലേ? കുഞ്ഞോളെന്തായി എന്റെ കുക്കറൊന്ന് ഓഫാക്കും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നെ പോലുള്ള ആളുകൾക്ക് ബ്ലോഗർമാർക്ക് അതൊരു ഭീഷണിയാണ്. എന്റെ മിക്സി എന്റെ കുക്കറൊക്കെ എപ്പോഴും മാറ്റണേ? അല്ല ഇന്ന് മാറ്റണില്ലേ? ഓനടന്നോട്ടെ. അപ്പൊ ഗൈസ് അങ്ങനെ നമ്മൾ ഇന്ന് കുഞ്ഞോളെ മോം ടിപ്പിക്ക് വേണ്ടിട്ടില്ലേ മാറ്റിക്കാൻ വേണ്ടിട്ട് പോവാണേ. അതെ. അപ്പൊ ഇവളാണ് മാറ്റിക്കുന്നത്. എന്റെ പേരെന്താണ് നേരത്തെ പറഞ്ഞത്? അഖില നാസിഫ്. അഖില നാസിഫാണ്. പ്രശസ്ത മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് അല്ലേ? തുടങ്ങി നോക്ക് കുറവ്. പ്രശസ്തി ഇഷ്ടമില്ലാത്ത സ്ത്രീയാ? അങ്ങനെയൊന്നും പറയില്ലേ, കുറവാണ്. അങ്ങനെയൊന്നും ആകരുതോ. അനക്ക് അന്നിലൊരു കോൺഫിഡൻസ് ഇല്ലേ? ഇവള് ജാൻമണിന്റെ അടുത്ത് നിന്ന് വർക്ക് പഠിച്ച ആളാട്ടോ. ബിഗ് ബോസിലെ ജാൻമണിന്റെ അടുത്ത് നിന്ന് വർക്ക് അല്ലേ? അല്ലേ? ജാൻമണി പഠിപ്പിച്ചിട്ടില്ലേ? കുറവാണ് ഗൈസ്. ഗൈസ് അങ്ങനെ മേക്കപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞോളത് ചെറിച്ചടി സബ്സ്ക്രൈബേഴ്സിന് ഹായ് കൊടുത്ത ബ്രൈറ്റ് ടു ബിയ മോം ടു ബിയിലെ 4 കുട്ടികളുടെ തള്ളബി ബി പറഞ്ഞ തേനീച്ചാണല്ലേ? ആ ബി അല്ലല്ലേ ഇത് വെറും BE ഉള്ളൂ. മറ്റേ DE. അപ്പൊ ഗൈസ് മേക്കപ്പ് അല്ലടി എന്തായി കഴിഞ്ഞ ഒന്ന് കഴിയ എന്റെ വാരിപ്പത്തല് ജാൻമണിയെ ഉമ്മ കൊടുക്കണ്ടോക്ക്. കുറവാണ്. വേറെ നോക്കട്ടോ. മഴ ചെയ്താലേ വൈകുന്നേരം ആകുമ്പോ മഴ ചെയ്യും ചിലപ്പോ. അപ്പൊ എന്റെ ഒലിച്ചാൽ പോകും. അങ്ങനെ ഉണ്ടോ? വാട്ടർ പ്രൂഫാ? എന്നാ ഒന്ന് മുഖത്തൊക്കെ വെള്ളം ഒഴിച്ചാണ്ട് ഒരു ടെസ്റ്റ് നടത്തുന്നുണ്ട് ലാസ്റ്റ്. എന്നാ വേറെ നോക്കുന്ന റിയ ഇവിടെ കണിൽക്കാക്കുണ്ട് കേട്ടോ. കണിൽക്കാക്ക മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്നല്ല. ഓള് ഇതേമാതിരി ആരെങ്കിലും മേക്കപ്പ് ചെയ്ത ആളെന്ന് വെച്ചാൽ ഇങ്ങനെ ഇരിക്കും അല്ലേ? അന്ന ഫംഗ്ഷനല്ലേ വിളിച്ചത്? അതൊക്കെ അങ്ങനെ ഇവക്ക് തരുന്ന 4 ആൾ കാണും. ഭാവി ആവൂലോക്ക് ഭൂതയിക്കാരോ അവരാ എന്ത് കണ്ട് ഇതൊക്കെ കണ്ടിട്ടോ ഗൈസ്. എന്നാ വേഗം നോക്കട്ടോ. ഞാൻ എൻ്റെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യട്ടെ. അല്ല റാഷിദ ചോറൊന്നും തിന്നണ്ടേ? പൈച്ചുണ്ടിച്ചേ വളർച്ച മുണുങ്ങിയാണ്ടാണ് ഇരിക്കണത്. അവ ഓളെന്നോട് ചോറുന്നാൻ പറയുന്നല്ലോ. എന്തെങ്കിലും
മഞ്ചായാലും പഞ്ചായാലും. എന്നാ എന്താ ബീഫിന് എന്താ പ്രശ്നം പറഞ്ഞേ? ബീഫ് തൂമിച്ചില്ല. എടീ തൂമിച്ചോയോ? അത് നിങ്ങളാ തൂമിച്ചാതെ തിന്നല്. ഞാൻ തൂമിച്ചിന്ന്. അല്ല തൂമിച്ചാതെ തിന്നല്. എന്നാ വളർത്തിക്കടി ചോറും കുറച്ച് ചോറും ബീഫും വിളമ്പിട്ട ചോറ് നിൽക്കണോ? നാളെ ആരാ നിക്കണ്ട കുളിച്ചേങ്ങാണ്ട് പട്ടിണി നടന്ന പള്ളലിങ്ങനെ കത്തിക്കാണ്. 3 ആയിട്ടില്ലല്ലോ, 1:15 നിക്കണേ. കൊറേ പോസ്റ്റ് ഏതായാലും ചോറമ്പിക്കൊണ്ട. വൈക്കലൊന്നും ഞാൻ നിൽക്കൂല, ആണെങ്കിൽ പെരീക്ക് വരാം. അന്ന് 1 മണിക്കൂർ വെയിറ്റിംഗ് ആക്കി. അതെന്താ വെച്ചാ ഞങ്ങള് സ്റ്റാൻഡിലല്ലേ, എനിക്ക് നേരം പോക്ക് ഇക്കാരം കരുതിയിട്ടാണ് അവിടെ നിൽക്കും. ചെക്കന്മാരൊക്കെ അതാണ് ടെൻഷന്. എന്നാ ചോറാൻ പേടി ഇല്ല, ഓരോ തിന്ന് അവിടെ നോട്ടെ ആ കറിയോളം തരും. അപ്പൊ കഴിച്ച് തേങ്ങാച്ചോറാണ് ഉണ്ടാക്കിക്കണേ. തേങ്ങാച്ചോറും ബീഫും ബക്കർ ബാബു കൊണ്ടുവന്ന ബീഫ്. ബീഫ് തൂമിച്ചിട്ടില്ലല്ലോ, അങ്ങനെ മതി വിളമ്പ് തൽക്കാലം. ഗൈസ് അപ്പൊ അങ്ങനെ നല്ല തേങ്ങാച്ചോറും ബീഫും തിന്നാൻ പോകട്ടെ ഞാന്. ഇനി കമൻസിൽ വന്നാണ് ഇങ്ങനെ കൊതി കൂടാതെ നിൽക്കണ്ട. വേണമെന്നുണ്ടെങ്കിൽ 1 കിലോ ബീഫ് ബക്കർ ബാബുവിൻ്റെ നമ്പർ തരാം, അതിന് വിളിച്ച് പറഞ്ഞാൽ മതി, കൊണ്ടുതരും. ഓക്കെ, ഞങ്ങളിതെല്ലാം കഴിക്കട്ടെ കേട്ടോ. ഞങ്ങളല്ല ഞാൻ. ആര്? ചിഞ്ചു. പിന്നെ ആരാ? ചിഞ്ചു എവിടെ? വേറെ ആരാ? എവിടെ ചിഞ്ചു വരുന്നുണ്ട്? അല്ലത് എൻ്റെ മോം ട്യൂബിയാ ഇജാണല്ലോ ഒരുങ്ങിക്കണേ. ഏതാ ഇനായ ലുക്കിനായ? ഇനായ ഏതാ ലുക്ക്? നല്ല ചോറ് കേക്കണല്ലേ ഇനായ? ഏതാ ലുക്കിനായന്റെ ബേബേ? ഇന ബേബേ ഏതാ ലുക്ക്? ഇങ്ങോട്ട് നോക്കടേ ഇന ബേബേ. സ്റ്റൈലെത്തിയേ ഫോർച്യൂണറെ ആരാ? ചോറ് നിങ്ങള് എന്നിട്ട് ഓള് 4 ഫോട്ടോ എടുക്കും, പിന്നെ എവിടെങ്കിലും ഒക്കെ ഇട്ടായിരുന്ന